മെമ്പർ രമേശൻ 9-ാം വാർഡ് എന്ന സിനിമയ്ക്ക് ശേഷം അബി, ട്രീസ പോൾ, ആൻറ്റോ ജോസ് പെരേര എന്നിവർ സംവിധാനം ചെയ്ത സിനിമയാണ് ലിറ്റിൽ ഹോട്ട്സ്. സിനിമ ഷൈൻ നിഗം, മഹിമ നമ്പ്യാർ, ബാബുരാജ്, ഷൈൻ ടോം ചാക്കോ അവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ വന്നിരിക്കുന്നത്. സിനിമ ഒരു മധ്യ കേരളത്തിലെ ഒരു തോട്ടം സംബന്ധിച്ച കുറച്ച് 2 കുടുംബങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിൽ അത് ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഷൈൻ നിഗം, ബാബുരാജ് ഇവരുടെ കിടുക്ക് പെർഫോമൻസ് കാണാനാണ്. കാരണം ഇത് ഒന്ന് അങ്ങോട്ട് താഴെ പോയിരുന്നെങ്കിൽ ഇത് ക്രിഞ്ചായി ഓവറാക്കി ചളമാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളാണ് അവർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ബാബുരാജ് ഉടനീളം ചിരി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പലയിടത്തും വിജയിക്കുന്നുണ്ട്. ബാബുരാജിൻ്റെ മാത്രമായിട്ടുള്ള കുറച്ച് നൈസ് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ സിനിമയിൽ ത്രൂ ഔട്ടുണ്ട്. അതുപോലെ ഷൈൻ നിഗത്തിൻ്റെ കോമഡികളൊക്കെ അങ്ങനെ അധികം ഒരു കോമഡി കഥാപാത്രങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഇതിൽ എക്സ്പ്രഷൻ കൊണ്ടും നൈസായിട്ടൊക്കെ ആശാൻ ചിരിപ്പിച്ചിട്ടുണ്ട്. ബംഗാളിയായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, പുള്ളിയുടെ പേരൊന്നും എനിക്കറിയില്ല, പുള്ളിയും നൈസായിരുന്നു. പിന്നെ മാല പാർവതി ഉണ്ട്, പാർവതി ബാബു ആങ്കർ ഒരു ചെറിയ റോളിൽ വന്നു പോയിട്ടുണ്ട്, രഞ്ജി പണിക്കർ, ജാഫർ ഇടുക്കി, രമ്യ സുവി, പൊന്നമ്മ ബാബു, ഇങ്ങനെ കുറച്ച് പേരൊക്കെയാണ് സിനിമയിൽ തുടക്കത്തിലുണ്ടായിരുന്നത്. ഇങ്ങനെ പതുക്കെ ഇവരുടെ ഒരു ജീവിതവും ഇതുമൊക്കെ ബിൽഡ് ചെയ്ത് പോയി അത്യാവശ്യം രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ, അതായത് സിനിമയിൽ എന്ത് നടന്നാലും ഉടനെ ഒരു പാട്ട് വേണമെന്ന് നിർബന്ധമുള്ള പോലെ അങ്ങനെ പാട്ടുകൾ വരുമ്പോഴേക്കും നമുക്കൊന്ന് എന്താണ് ഇപ്പോൾ ഒരു പാട്ട് അത് തീർന്നില്ലെങ്കിൽ അടുത്ത് കാണാമായിരുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് പോയിട്ട് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം. ആ ട്വിസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കൊള്ളായിരുന്നു. ഷൈൻ ടോം ചാക്കോ ഉണ്ട്. ഷൈൻ ടോം ചാക്കോ ഇപ്പം സാധാരണ മറ്റേ ഈ ശബ്ദത്തിലുണ്ടാകുന്ന മറ്റേ ഇതൊന്നുമില്ല, അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. നന്നായിട്ട് അതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് ശബ്ദത്തിൻ്റെ കാര്യത്തിൽ, ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോ. പിന്നെ ഒരു സായിപ്പുണ്ട്, പുള്ളി കിടിലുമായിരുന്നു കേട്ടോ. പുള്ളിയുടെ പേര് എനിക്കറിഞ്ഞൂടാ. അടിപൊളി എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 3 പ്രധാന പ്രശ്നങ്ങളിലേക്കാണ് സിനിമ പോകുന്നത്. അത് എന്തായിത്തീരും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോടെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചിരിക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല നന്നായിട്ട് ഇഴയുന്നതായിട്ട് ഫീൽ ചെയ്ത്, അങ്ങോട്ടങ്ങോട്ട് പോകുന്നതോറും കാര്യമായിട്ട് സ്ക്രിപ്റ്റിലൊന്നും ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ എന്താടാ ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ഇത് എങ്ങനെ ആയി തീരും എന്തായിരിക്കും നമുക്ക് വലിയ സംഭവങ്ങളൊന്നും വരാനില്ല എന്നുള്ളൊരു ഫീല് പിന്നെ കിട്ടി തുടങ്ങി. അതുപോലെ തന്നെ സിനിമ അങ്ങ് അവസാനിച്ച്. കുറേ കോമഡിയൊന്നും വർക്കായിട്ടില്ല, കുറച്ച് ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എനിക്ക് പേഴ്സണലി അത്ര അതൊന്നും വർക്കായില്ല. പക്ഷേ തിയേറ്ററിൽ കുറേ പേരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു, കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എനിക്ക് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് സെറ്റായില്ല. അതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പെർഫോമൻസൊക്കെ കിടുവായിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു. ഇവിടെ പെർഫോമൻസൊക്കെ നമുക്ക് കാണാനുള്ള ഒരു പോസിറ്റീവ് ഘടകങ്ങളാണ് സിനിമയിൽ. അതുപോലെ കുഞ്ഞു തമാശകളൊക്കെ ഇടയ്ക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവരുണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ കോൺഫ്ലിക്ട്സൊക്കെ അതിന് അത്രയ്ക്ക് അങ്ങോട്ട് അത് എങ്ങും എത്താത്തതുപോലെ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്ക്രിപ്റ്റിലുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മ്യൂസിക് കൈലാസ് മേനോൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചുകൂടി ഒന്ന് മ്യൂസിക് വെച്ച് പിടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ പടം നന്നായിട്ട് പോകുമായിരുന്നു. കുറച്ചുകൂടി ട്രിം ചെയ്തിട്ട് കുറച്ചുകൂടി ലെങ്ത് കുറയ്ക്കാമായിരുന്നെന്ന് തോന്നി. അതുപോലെ ലൂക്ക് ജോസാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. എന്തരാ വരട്ടെ.